ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. ഇന്ന് നമ്മൾ മലപ്പുറം ടൗൺ ഹാളിലേക്ക് പോവുകയാണ്. NMMS സ്കോളർഷിപ്പ് കിട്ടിയ എല്ലാ കുട്ടികളെയും ആദരിക്കുന്നൊരു ചടങ്ങാണിത്. അപ്പോൾ എനിക്ക് NMMS സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും പിന്നെ അതും കൂടാതെ ഋഷിരാജ് സിംഗ് സാറും ചൈത്ര തെരേസ IPS ഓഫീസറൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 5-5:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുകയാണ്. അതുകൊണ്ട് നേരത്തെ നിന്ന് ഇറങ്ങി. അതും കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. ഞങ്ങൾ കാറിലാണ് പോണേ. പോണ വഴിയിൽ പലതരത്തിലുള്ള ബിൽഡിങ്ങും തന്നെ നമ്മൾ വലിയൊരു പാലം കണ്ടിട്ടാണ് നല്ല രസമുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയി വന്നപ്പോൾ ഒരു കുന്നിൻ്റെ മേലേക്കൊക്കെ ഒരു ചുരം പോലെ കയറാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മഞ്ഞായിരുന്നു കേട്ടോ, ഫുൾ മഞ്ഞായിരുന്നു. ആ സൈഡിൽ താഴെയൊക്കെ നല്ല ഇങ്ങനെ പുക പോലെ കിടക്കുകയാണ്. അവിടെ രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. പോണ വഴിക്ക് ഞങ്ങൾക്ക് നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്താറായപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. എല്ലാവരും ഉണ്ട് ഗൈസ്. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ മസാല ദോശയാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ മസാല ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ നെയ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. ഇവർക്ക് 3 പേർക്കാണ് കേട്ടോ ആദ്യം ഫുഡ് കിട്ടിയ. എനിക്ക് കുറച്ച് ലേറ്റായി. വലിയ ദോശയാണ് ഗൈസ്. വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുഡും വന്നു ഗൈസ്. അങ്ങനെ എൻ്റെ ദോശ വന്ന് എനിക്കിതുപോലെ വടയും ചമ്മന്തി എല്ലാം സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. വലിയ ദോശയാണ് ഗൈസ്, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ എവിടെ എത്തി? ടൗൺ ഹാളിൽ എത്തിയിട്ട് നമ്മൾ നേരെ. അപ്പോൾ ഇതാണ് മലപ്പുറം ടൗൺ ഹാള്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ സ്കൂളിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്കൂൾ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ഒരു പരിപാടിയാണ്. അതിൽ സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കുള്ള ആദരവ് ചടങ്ങാണിത്. ഞാനും ഇതിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞങ്ങളവിടെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ NMMS വിന്നറിന് എഴുതിയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് വിന്നർ സ്ലാഷ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. തിക്കും തിരക്കായിരുന്നു അവിടെ. ഇപ്പം ആരും വന്നിട്ടില്ല, വരണം പോണേ ഉള്ളൂ. അവിടെ LED വാളിൽ അവിടെ NMMS സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ള 1st, 2nd, 3rd സ്കൂളുകൾ കാണിക്കുകയാണ്. പരിപാടി തുടങ്ങാറായപ്പോൾ പാരൻസിനൊക്കെ ഒരു സൈഡിലും പിന്നെ NMMS കിട്ടിയ കുട്ടികളൊക്കെ ഒരു സൈഡിലൊക്കെ ഇരുത്തി. ഈ ഒരു സ്കൂൾ ലേണിംഗ് ആപ്പിൽ ചേർന്ന മൊത്തം കുട്ടികൾ 1012 കുട്ടികൾക്കും NMMS കിട്ടിയിട്ടുണ്ട്. ഓരോ സാറുമാരും എന്നിട്ട് അവരും പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ചില സാറുമാരൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. പിന്നെ ചില കുട്ടികളൊക്കെ വന്നിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാറ് സ്കൂൾ എന്ന് പറയുന്ന അതിലത്തെ CEO ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൈത്ര തെരേസ IPS ഓഫീസർ വന്ന്, ചീഫ് ഗസ്റ്റിൽ ഒരാൾ വന്നു. അവർ എന്നിട്ട് കുറേ പ്രസംഗിച്ച് അത് കഴിഞ്ഞിട്ട് അവസാനം ലഹരി വിരുദ്ധ പ്രതിജ്ഞയൊക്കെ എടുത്തു. എന്നിട്ട് അവർ പോയി. അവർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മ്യൂസിക്കൽ ഈവൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓരോ സാറുമാരാണ്. ഇവരൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വക പാട്ടാണ്. പിന്നെ 2 പേരെയും കൂട്ടിയിട്ട് പാട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ മ്യൂസിക്കൽ ഇവൻ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഋഷിരാജ് സിംഗ് സാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അദ്ദേഹവും അവർ 2 വാക്കുകൾ പറഞ്ഞു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെ ലേറ്റാവും.
അദ്ദേഹത്തിന് വേറെയും കുറേ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചടങ്ങുകളുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതുപോലെ SSLC കിട്ടിയവർക്ക് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾക്ക് ട്രോഫി തന്നു കേട്ടോ. ഓരോ ജില്ലയിൽ നിന്നും കുട്ടികളെ വിളിച്ചിട്ട് ട്രോഫികൾ തന്നു. അപ്പോൾ അതാ ഞങ്ങൾക്ക് ട്രോഫി എന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന 2 പേരെ എനിക്കറിയാം കേട്ടോ. എൻ്റെ സ്കൂളത്തെ കുട്ടികളാണ്. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വന്നു, സംസുദ്ദീൻ സാറ് വന്നു. ിലേക്ക് ആനയിക്കണം. നിറഞ്ഞ കൈയടി നൽകി നമ്മൾ സ്വീകരിക്കുകയാണ്. ട്രോഫി എല്ലാവർക്കും ഒന്നും കൊടുത്തില്ല, ചില ജില്ലകൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ സ്റ്റേറ്റ് ടോപ്പർ, ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ തേർഡ് എന്നിവർക്കൊക്കെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ട്രോഫി കൊടുത്തത്. പിന്നെ അതും കൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അവർക്കും കൊടുത്തു. ഇത് സ്കൂളത്തെ HMും ടീച്ചേഴ്സൊക്കെയാണ് കേട്ടോ വന്നിരുന്നത്. പിന്നെ NMS കിട്ടിയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു, വീൽ ചെയറിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോടൊക്കെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സാറ് സംസാരിച്ചു. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും ട്രോഫി പൊന്തിച്ച് കൊടുക്കുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ കൂടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇതാ ഞാനിവിടെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറച്ച് ജലദോഷം പനിയൊക്കെ കിട്ടി, തീരെ വയ്യായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉച്ചക്കത്തുള്ള ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ മന്തിയാണ് ഗൈസ് മേടിച്ചത്. നല്ല ടേസ്റ്റുള്ള മന്തിയാണ് ഗൈസ്. പക്ഷേ എനിക്ക് ജലദോഷവും പിന്നെ പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.